ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ കോളേജ് മാന്നാനത്ത് പോവാണ്. കഴിഞ്ഞ തവണ നമ്മൾ ട്രെയിനിലാണ് പോയത്, കാരണം നമ്മൾ നമ്മുടെ മയിൽ വാഹനത്തിലാണ് പോകാൻ പോകുന്നത്. നമ്മുടെ കൂടെ ആസ് യൂഷ്വൽ ആരൊക്കെയുണ്ട്? പ്ലീസ് സെൽഫ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇത് ഇവിടെ എങ്ങോട്ടാ? നമ്മൾ റെയിൽവേ ഇവിടെ നിൽക്കുവാണ്, എല്ലാവരും ഉണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു, ഞാൻ ക്യാമറ അവിടെ കൊടുക്കാൻ പോകട്ടോ. നമ്മളപ്പം ഒരു പേട്ട റോഡിൽ ഇത് എന്ത് റോഡാ ഇത്? കുഴികളും വളവുകളും തിരിവുകളും. പൊന്നിയാട്ടോ, നാ പോണോ? ഞാൻ എനിക്ക് സൗകര്യം അതേ പെണ്ണുങ്ങൾ ഫുള്ള് വീപ്പായിരിക്കും. നല്ല സന്തോഷമായിട്ടാണ് പോകുന്നത്. ബൈ റോഡ് കാർ ഓടിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ആകെ ബസ് റോഡ് മോശം. ഉറങ്ങിയപ്പോൾ നീ റോഡ് ഉണ്ടായിരുന്നോ? ചില ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ്. കുഴിയെന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുഴിയല്ല, വലിയ കുഴിയാ. നമ്മളപ്പോ അതിരമ്പുഴ വഴിയാണ് പോകുന്നത്. ഭയങ്കര പച്ചപ്പ് മരുന്ന പോലെ ഒരു സ്ഥലമാണ്. കോളേജ് എങ്ങനെയാവും ദൈവത്തിനറിയാം. ഭക്ഷണം നന്നായി. കോളേജ് നല്ല കോളേജാന്ന് വിശ്വസിക്കാം. കുറച്ച് കറുപ്പ്. ടു ബി ഓണസ്റ്റ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മൈക്കിന് ചാർജ് ഇല്ല, മൈക്ക് കണക്റ്റഡ് ആണ്, പക്ഷെ ഒന്നും കേൾക്കില്ല എന്നുള്ള കാര്യം. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇതൊന്നും ആയില്ലേ എന്നുള്ളത്. ആദ്യം ഞങ്ങൾ പോയത് കെ കോളേജിലോട്ടാണ്. കെ കോളേജിൽ പോയിട്ട് അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കാൻ വേണ്ടി പോയി. സോ നിരഞ്ജനയും തനുവും മറ്റേ ഓൺലൈൻ മീഡിയാസ് ഒക്കെ പോലെ നീലക്കുയില്, അങ്ങനത്തെ ഓരോരോ മീഡിയാസ് ഒക്കെ പോലെ ഫിസയുടെ എൻ്റെയും വീഡിയോ ഒക്കെ ഇങ്ങനെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ കാർന്ന് വന്ന് ഇറങ്ങുമ്പോൾ എടുക്കുന്ന വീഡിയോസ് അതുപോലെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് വിച്ച് വാസ് വെരി ഫണ്ണി. ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നെ കുറച്ചും കൂടി നല്ല രസം ഉണ്ടായേനെ കേൾക്കാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ സാരമില്ല, ഈച്ച് ഇമേജ് ഹോൾസ് മെമ്മറി എന്നാണ്. നമുക്ക് ശരിക്കും കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ലൈഫ് ഫീൽസ് മച്ച് മോർ ഈസിയർ എന്ന് നമുക്ക് പറയാം. ഇതിപ്പം വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തോ വലിയ സെലിബ്രിറ്റീസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെയാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഗുഡ് ബിക്കോസ് ദേ അഡോസ് ദ ഫ്ലോർ ദറ്റ് യു വാക്ക് ഓൺ എന്നുള്ളൊരു സംഭവം. അതുപോലെ തന്നെ ഈ വായിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുത്തിരുന്നത്. ഈ വീഡിയോ എടുത്തത് നിരഞ്ജനയാണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. മാഡം ഇട്ടിരിക്കുന്ന കോസ്റ്റ്, ഡ്രസ്സിൻ്റെ കോസ്റ്റ് ഒക്കെ പറയാമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഓഡിയോ ഇല്ല. ഓഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഫണ്ണിയർ. അങ്ങനെ നിരഞ്ജന ചോദിച്ചിട്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഞങ്ങൾ ഉത്തരം കൊടുത്തോണ്ടിരിക്കുന്നു. പക്ഷെ നൗ വെൻ ഐ എം എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദി മെമ്മറീസ്, ഇറ്റ്സ് ബിക്കോസ് ദാറ്റ് മൈക്ക് ഓൺ അല്ലായിരുന്നല്ലോ. അപ്പോൾ കുറേ നല്ല നല്ല സാധനങ്ങൾ, നല്ല നല്ല ഡയലോഗ്, നല്ല നല്ല ഇന്ററാക്ഷൻസ് ഒക്കെ പോയത് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം. പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചോളാം. ഞങ്ങൾ പോയ ടൈമിൽ അമ്മ പറഞ്ഞിരുന്നു അവിടെ ഒരു ഗാർഡൻ ഉണ്ടെന്ന്. അതാണ് എല്ലാവരും പറയുന്നത് ആന്റി പറഞ്ഞ പൂന്തോട്ടം, ആന്റി പറഞ്ഞ പൂന്തോട്ടം. നമ്മൾ രാവിലെ തന്നെ ചമ്മി. നമ്മൾ ആദ്യമേ ഇവിടെ കോളേജിലാണ് വന്നത്, പക്ഷെ കോളേജിലായിരുന്നില്ല, സ്കൂളിലായിരുന്നു. അതെ, നമ്മളിനി സ്കൂളിലോട്ട് നടക്കാൻ പോവുകയാണ്. അകത്തില്ല, അല്ല പിന്നെ ഏതെങ്കിലും സ്കൂളിൽ നടത്താൻ പറ്റുമോ കാറ്? നമുക്ക് എന്തായാലും ഈ ഒരു മോട്ടിവേഷനിൽ അങ്ങ് നടക്കാം. ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ കുറച്ച് കറുമുറു അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം എന്ന്. അപ്പൊ ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന ചേട്ടന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും മിഠായിയോ ലേസ് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വിചാരിച്ചു അവിടെ കയറിയപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവോ, നടന്നു പോകണോന്ന് ചോദിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞു 1 കിലോമീറ്റർ അടുത്തുണ്ട്, നടന്നു പോകണമെങ്കിൽ പക്ഷെ കാറുള്ള സ്ഥിതിക്ക് കാർ കൊണ്ട് പറഞ്ഞേ. സോ ഞങ്ങൾ അവിടെ പോയിടാൻ വിചാരിച്ചു. അവരവിടെ ബൂമർ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ വന്ന് കാർ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ബൈ. ഓൾറെഡി അന്ന് ഞങ്ങൾ നേരത്തെയാണ് ഇറങ്ങിയത്, 9:30 എത്തണമായിരുന്നു. പക്ഷെ അത് തിങ് ഇസ് ദാറ്റ് ഞങ്ങൾക്ക് ലൊക്കേഷൻ മാറിയപ്പോൾ കുറച്ച് ടെൻഷനായി. നമുക്ക് അറിയില്ലാത്തൊരു സ്ഥലമാണ്. ഞാനാണെങ്കിൽ പിറവത്തുനിന്ന്, നിരഞ്ജന ചോറ്റാനിക്കരം, ഫിസ പത്തനംതിട്ട. ഗൈസ്, നമ്മളപ്പം രാവിലെ തന്നെ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ വിചാരിച്ചു കെ കോളേജിലാണെന്ന്, പക്ഷെ കോളേജിലല്ല, ഇത് സ്കൂളിലാണ്. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ഞങ്ങളോട് ഇറങ്ങാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. രാവിലെ എനിക്ക് ദേഷ്യം വരും. നോക്കോ, സത്യം. കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് കോൺഫറൻസ്. സ്കൂളൊക്കെ കാണാൻ നല്ല രസമുള്ളൊരു സ്കൂളായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കോളേജ്
ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. നമുക്ക് 4 അറ്റൻഡൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതായത് മോർണിംഗ് 1, ഈവനിങ് 1 ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് 1, ഈവനിങ് 1 അങ്ങനെ 4 അറ്റൻഡൻസ്. നമുക്ക് അവരൊരു പേപ്പർ ഫയൽ തന്നിരുന്നു. അതിനകത്ത് നമുക്കൊരു നോട്ട് പാഡ്, പെൻ, പിന്നെ അതുപോലെ നമുക്ക് ID കാർഡും ഉണ്ടായിരുന്നു. അവിടെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ആവാറായിരുന്നു. നമുക്ക് അതൊരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ഉണ്ടായി. പിന്നെ വെൽക്കം ഡാൻസ് പോലത്തെ ഒരു ഡാൻസ് എനിക്ക് തോന്നുന്നു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഇറ്റ് വാസ് ഓൾസോ ഗുഡ്. ദ കിഡ്സ് ദേ ഡിഡ് വെരി വെൽ. നമുക്ക് മോർണിംഗ് സ്നാക്സ് ഉണ്ടായി. ഫസ്റ്റ് ഡേ വി ഗോട്ട് സാൻഡ്വിച്ച് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഓൾസോ വിത്ത് ടീ. ഞാൻ ടീ കഴിക്കത്തില്ല, എനിക്ക് കട്ടൻ ചായനോടാണ് താല്പര്യം. ഇവിടെ മൈക്ക് ടെസ്റ്റിംഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫിസയും നിരഞ്ജനയും കൂടിയിട്ട്, മൈക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ മൈക്കിന് കുറച്ച് സാധനം നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്തു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. ഫുഡ് വാസ് കുഴപ്പമില്ല അല്ലേ? ഞാൻ അച്ചാറാണ് കഴിച്ചത്. ഞാൻ സാലഡ്. നീയോ? ഞങ്ങൾ അച്ചാറാണ് കഴിച്ചത്. 2:15 ചിലർന്നല്ലേ പറഞ്ഞു, ഇപ്പോൾ 2:30 കൊണ്ടേ. നമുക്കപ്പോൾ കാണാം. ബൈ ബൈ പറ ഗൈസ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് കോൺഫറൻസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ടയേർഡാണ്. അല്ല വയറിൽ അങ്ങനെയല്ല. ആദ്യമേ ബേസ് ആട്ടോ. അതാണ് സാപ്പാസ്. ഇത് പാടി ക്ലിയർ ആയാലുള്ള ബാക്കി പറഞ്ഞു. ഓക്കെ. ഞങ്ങളിപ്പം പിറവെത്തി. ഇപ്പം ഞങ്ങൾ നമ്മുടെ മറ്റത്തെ ബേക്കറിയിലിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. നമ്മളപ്പം വരുന്ന വഴിക്ക് നമ്മളപ്പം എൻ്റെ സ്കൂൾ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അക്തിരമാർക്ക് പോയി, പിന്നെ അവിടെ നമ്മൾ സ്കൂളിലേക്ക് വന്നു. ഇതാണ് കളമ്പുക്കാവിൻ്റെ ഇടപ്പുഴ. അപ്പോൾ നമുക്ക് അവിടുത്തെ തൂക്ക് പാലത്തിൽ കയറാമെന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു. എനിക്ക് നല്ല പേടിയുണ്ട്. തിരിച്ചു വേണ്ട, നിങ്ങളെ കൂടെ ആയിരിക്കും കൂട്ടുക. എനിക്ക് വയറ് വരിക. ആവോ അണ്ണ ആടില്ല ഇങ്ങനെ ഇളക്കി. കണ്ടോ? ഒന്ന് പോയോ? ഞാൻ പോയി നോക്കിട്ടെ. എനിക്ക് നല്ല വീഡിയോ പേടിക്കണ്ട. അതെ നിരു പേടിക്കണ്ട. നമ്മളിവിടെ നിൽക്കുവാണ്. ഈ പിള്ളേരെ അതിൽ പിടിച്ചു. നീ അവളെ നോക്കിപ്പോ. ഇല്ല നീ കൃഷ്ണനെ ആലോചിച്ചൊക്കെ പോ. ഇനിയിപ്പോ ഓടി ഇങ്ങോട്ട് വാ. നീ വീഡിയോ എടുക്ക. സൂം ചെയ്ത് മാറ്. രണ്ടിനും പേടിയാണ്.
ആണല്ലോ ഊബർ ഊബർ വെച്ചല്ലേ പിക്ക് തനി വന്നപ്പോഴെല്ലാം അടുത്ത കാറ്റടിച്ചിട്ടാടുന്നേ ആ പിന്നെ ആടുന്നു ആടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ എന്താ പറയാനുള്ളത്? ഒന്നും വേണ്ട, ജീവിതം തിരിച്ചെത്തി. അത്രയ്ക്കൊന്നുമില്ല.